എല്ലാവർക്കും നമസ്കാരം. ക്രിസ്ത്യാനികളുടെ ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള 50 നോയമ്പിലെ പാതി നോയമ്പിന് ഉണ്ടാക്കുന്ന ഒരു പലഹാരമാണ് ഇണ്ടറിയപ്പം. നമുക്ക് ഇണ്ടറിയപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: പച്ചരി 2 കപ്പ് പച്ചരിയും 1 കപ്പ് ഉഴുന്നും 3 മണിക്കൂർ കുതിർത്തി വാരവെച്ചതാണ്, 1 മുറി നാളികേരം ചരുകിയത്, കുറച്ച് ചുവന്നുള്ളി അരിഞ്ഞത്, കുറച്ച് തേങ്ങാക്കൊത്ത് ബ്രൗൺ കളറിൽ വറുത്തെടുത്തതാണ്, കുറച്ച് ചുവന്നുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും, കുറച്ച് വേപ്പില അരിഞ്ഞത്, ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും നല്ല ജീരകവും. ഇനി നമുക്ക് എങ്ങനെയാണിത് പാകപ്പെടുന്നതെന്ന് നോക്കാം. ഇണ്ടറിയപ്പം ഉണ്ടാക്കാനായി ആദ്യം നമുക്ക് പച്ചരി ഉഴുന്നും കുതിർത്തത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങ ചിരകിയതും ജീരകം നല്ല ജീരകമാണ്, നല്ല ജീരകവും ചുവന്നുള്ളിയും 2 അല്ലി വെളുത്തുള്ളിയും ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും അരച്ച് ചേർക്കുക. ശേഷം അതിലേക്ക് തേങ്ങാക്കൊത്ത്, നമ്മൾ നല്ല ബ്രൗൺ കളറിൽ വറുത്തെടുത്ത തേങ്ങാക്കൊത്തും ഉപ്പും ചേർത്ത് ഇളക്കി വയ്ക്കുക. അതിലേക്ക് ചുവന്നുള്ളി അരിഞ്ഞതും വേപ്പിലയും കൂടി മൂപ്പിച്ച് ചേർക്കുക. 10 മിനിറ്റ് നമുക്ക് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി നമുക്ക് ഈ ഒരു ഇണ്ടറിയപ്പം ഫ്രൈ പാനിൽ ഉണ്ടാക്കി നോക്കാം. ഇത് ഞാൻ ദോശ പോലെയാണ് ഉണ്ടാക്കുന്നത്. എന്ന് വെച്ച് ദോശ പോലെ അത്ര കനം കുറച്ചല്ല, കുറച്ച് കനത്തിൽ ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് കനത്തിൽ തന്നെ ഇത് പരത്തിയെടുക്കാനായിട്ട് ആദ്യം കുറച്ച് വെളിച്ചെണ്ണ തൂവണം. അതിന് ശേഷമാണ് ഇത് ഒഴിച്ച് പരത്തി കുറച്ച് കനത്തിൽ തന്നെ ഒഴിച്ച് കൊടുത്ത് അതിൻ്റെ മേലെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് ടേസ്റ്റിന് വേണ്ടി കുറച്ചും കൂടി വെളിച്ചെണ്ണ തൂവി കൊടുക്കാം. പിന്നെ ഇതിൻ്റെ മാവ് നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ്. 2-3 ദിവസമൊക്കെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് പുളിപ്പില്ലാതെ നമുക്ക് പിന്നീടായാലും ഉപയോഗിക്കാനായിട്ട് പറ്റും. കാരണം ഇത് പുളിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റ് മാറും. 2 ദിവസത്തേക്ക് ഇത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഇത് പുളിപ്പില്ലാതെ നിങ്ങൾക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇത് എല്ലാവരും ഇപ്പോൾ ഇണ്ടറിയപ്പം ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാവരും ഈ ഇണ്ടറിയപ്പം ഉണ്ടാക്കി നോക്കണം. നമ്മുടെ നോമ്പുകാല വിഭവമായ പാരമ്പര്യ തനിമയുള്ള ഈ ഒരു പലഹാരം ഉണ്ടാക്കി നിങ്ങളുടെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നന്ദി.